ഓൺലൈൻ ക്ലാസ്. മാത്തമാറ്റിക്സ് പലപ്പോഴും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായിട്ടാണ് എല്ലാ സ്റ്റുഡൻസും പറയാറ്, അല്ലേ? പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് പൊതുവെ മാത്സ്, ഗണിതം ഇത്രമാത്രം ബുദ്ധിമുട്ടുള്ളൊരു വിഷയമായി മാറുന്നത് എന്നത്. അതിൽ ഒന്ന് രണ്ട് ഫൈൻഡിങ്സ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, പലപ്പോഴും നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തിനാ ഇപ്പോൾ ഇതൊക്കെ? കുറേ സർക്കിൾ വരച്ചു, കുറേ സ്ക്വയർ വരച്ചു, എന്തിനാ ഇപ്പോൾ ഇതൊക്കെ വരക്കുന്നത്, അല്ലേ? കുറേ അരിത്മെറ്റിക് പ്രോഗ്രഷൻ പഠിക്കുന്നു, എന്തിനാ ഈ സീരീസിനെ കുറിച്ച്, ഇങ്ങനെ കുറേ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്? കുറേ ട്രയാങ്കിൾസ് വരക്കുന്നു, അല്ലെങ്കിൽ കുറേ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും, ഇതൊക്കെ സോൾവ് ചെയ്തിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്തിനാണ് എന്നുള്ളൊരു പർപ്പസ് പലപ്പോഴും നമ്മുടെ പഠനത്തിനില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മളൊരു എഞ്ചിനീയറിംഗ് കോഴ്സോ ആർക്കിടെക്ചർ കോഴ്സൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഫിസിക്സൊക്കെ നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി പഠിക്കുമ്പോഴാണ് ഈ മാത്തമാറ്റിക്സ് എന്തിനാണ് ഇങ്ങനെ കുറേ തിയറംസ് ഒക്കെ എന്ന് നമുക്കൊക്കെ മനസ്സിലാവുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് കേൾക്കുന്ന ഓരോ സ്റ്റുഡൻറ്റും വളരെ ഡൈവേഴ്സായി ചിന്തിക്കുന്ന ആളാണ്, വളരെ വൈവിധ്യത്തിൽ ചിന്തിക്കുന്ന, അല്ലേ? ഓരോരുത്തരുടെ ബ്രെയിനും ഓരോരുത്തരുടെ താല്പര്യങ്ങളും ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട ഏരിയകളും ഇഷ്ടമില്ലാത്ത ഏരിയകളും ഒക്കെ വളരെ വളരെ ഡിഫറെൻ്റ് ആണ്, അല്ലേ? നമ്മൾ ഓരോരുത്തരും ഒരു വളരെ വ്യത്യസ്തതയുള്ള വളരെ യുണീക്കായിട്ടുള്ള ഇൻഡിവിജ്വൽസാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ മാത്സിലെ എല്ലാ ചോദ്യത്തിനും പൊതുവെ ഒറ്റ ഉത്തരമാണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒറ്റ ഉത്തരം എന്നുള്ളത് വൈവിധ്യമുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നുള്ളൊരു കാരണം കൂടി ചില റിസർച്ചേഴ്സൊക്കെ പറയാറുണ്ട്. കാരണം എല്ലാം ഒറ്റ ഉത്തരത്തിലെത്തണം. എന്താണ് ഇവിടെ ഒരു വൈവിധ്യം? അപ്പോൾ നമ്മളിവിടെ പഠിക്കുമ്പോൾ, മാത്സ് പഠിക്കുമ്പോൾ, ഗണിതം പഠിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഒരൊറ്റ ഉത്തരം കിട്ടുക എന്നതല്ല, ആ ഉത്തരത്തിലേക്കുള്ള വഴികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വഴികൾ കണ്ടുപിടിക്കുന്നത് എന്ന് പറയുന്നത് ഓരോ ആളുകൾക്കും ഓരോ മെത്തേഡായിരിക്കും. അപ്പോൾ സെയിം ഉത്തരത്തിലേക്ക് എത്തുമെങ്കിലും ആ മെത്തേഡ്സിനെ കുറിച്ചാണ് മാത്തമാറ്റിക്സ് സ്റ്റുഡൻസ് കൂടുതൽ വറീഡ് ആവേണ്ടത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഒരു ഫൈനൽ ഉത്തരം, ഒരു ഫൈനൽ നമ്പറിലോട്ട്, ഫൈനൽ ഫിഗറിലോട്ട് എത്തിച്ചേരുക എന്നതിലപ്പുറം വ്യത്യസ്തമായ വഴികളിലൂടെ ചിന്തിച്ച് എങ്ങനെ ഉത്തരത്തിൽ എത്തിച്ചേരാം, അത്തരത്തിലുള്ള മെത്തേഡുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ നിങ്ങൾ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ കേട്ടിട്ടുള്ളൊരു കാര്യമായിരിക്കും. ത്രികോണമിതി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ, ത്രികോണമിതി. എന്താണ് ട്രിഗണോമെട്രി? ഇതിൻ്റെ ഒരു വേർഡിൻ്റെ ഒറിജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ട്രൈ എന്നുള്ളത് എന്താണ്? എല്ലാവരും പറയും, എല്ലാവർക്കും അറിയാലോ, അല്ലേ? ട്രൈ എന്നുള്ളത് 3 എന്നതിനെ സൂചിപ്പിക്കുന്നു. ഗോൺ എന്നുള്ളത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് സൈഡ്സിനെയാണ്. സൈഡ്സ്, ഓക്കെ, വശങ്ങൾ എന്ന് നമ്മൾ ഒരു ട്രയാങ്കിളിൻ്റെ വശങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മൂന്നാമത്തത് മെട്രിയാണ്. എന്താണ് മെട്രി? മെട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രിക് സിസ്റ്റം എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലേ? എല്ലാത്തിനും മെഷേഴ്സ്, എന്തിനെങ്കിലും മെഷർ ചെയ്യുന്നതിനെ, കണക്ക് കൂട്ടുന്നതിനാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അളക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ മെട്രി എന്ന് പറയുക. അപ്പോൾ ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ 3 സൈഡ്, അവയുടെ മെഷേഴ്സുമായി ബന്ധപ്പെട്ട കാര്യം, ഇങ്ങനെ എന്തോ ഒന്നാണ് എന്ത് ട്രിഗണോമെട്രി. ട്രിഗണോമെട്രിയെ കുറിച്ച് നിങ്ങൾക്കുള്ള ധാരണകൾ എന്തൊക്കെയാണ് എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായി ഇത് പഠിക്കുന്നതിന് മുമ്പ് എന്തോ വലിയ സംഭവമാണ് ഈ ട്രിഗണോമെട്രി, വളരെ ടഫായിട്ടുള്ള എന്തോ കാര്യമാണ് എന്ന് വിചാരിച്ചാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അങ്ങനെയാണോ? അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വളരെ ടഫാണ്, പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ട്രിഗണോമെട്രി എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും, അങ്ങനെ കേട്ടവരുണ്ടെങ്കിൽ. ഓക്കെ, അങ്ങനെ കേട്ട കുറേ ആളുകളുണ്ടല്ലേ? ഓക്കെ, സ്വാഭാവികമാണ്. കാരണം നമ്മൾ ഇപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ പഠിക്കുമ്പോഴോ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇപ്പോൾ ചില പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഇപ്പോൾ ഒപ്റ്റിക്സിൽ നിങ്ങൾ ഇൻസിഡൻറ്റ് റേയും റിഫ്രാക്റ്റഡ് റേയും സ്നെൽസ് ലോ ഒക്കെ പഠിക്കുമ്പോൾ സൈൻ എ അല്ലെങ്കിൽ സൈൻ ബി, കോസ് എ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഈ സൈൻ എ എന്ന് പറയുമ്പോൾ? സൈൻ എ എന്ന് പറയുമ്പോൾ അത് സൈൻ എന്നുള്ളൊരു സംഖ്യയും എ എന്നുള്ളൊരു സംഖ്യയും മൾട്ടിപ്ലൈ ചെയ്യുകയാണോ, അതോ വേറെ എന്തോ കിട്ടുകയാണോ എന്നൊക്കെ നമുക്ക് പല സംശയങ്ങളും ഉണ്ടാകും.
ആ സംശയങ്ങളെല്ലാം നമ്മൾ ഇന്ന് തീർക്കാൻ പോവുകയാണ്. ട്രിഗണോമെട്രി മാത്തമാറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ട്രിഗണോമെട്രി എന്ന് നമുക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. ട്രിഗണോമെട്രിയിൽ നമ്മളിങ്ങനെ പഠിച്ചു വന്ന് അതിങ്ങനെ അഡ്വാൻസ്ഡ് ലെവലിലോട്ട് അതിങ്ങനെ ആ മെത്തേഡ് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഫോർമുലാസിലല്ല കാര്യം. ഒരുപാട് ഫോർമുലാസ് ട്രിഗണോമെട്രിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അധികം ഫോർമുലാസ് ഒന്നും പഠിക്കാൻ, ഒരു പക്ഷേ +1 +2 എത്തുമ്പോൾ ഒരുപാട് ഫോർമുലാസ് പഠിക്കാനുണ്ടാവും. പക്ഷേ ആ ഫോർമുലാസിനൊക്കെ അപ്പുറം ഇതിനൊരു ബ്യൂട്ടി ഉണ്ട്. അതിനൊക്കെ ആ ഫോർമുലാസൊക്കെ കാണാതെ പഠിക്കാതെ മനസ്സിലാക്കാനുള്ള ചില ഐഡിയാസ് ഉണ്ട്. ഏത് ഫോർമുലയും കാണാതെ പഠിക്കാതെ എക്സാം ഹാളിൽ നമുക്ക് സുഖമായി ഡിറൈവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെത്തേഡ്സ് അറിഞ്ഞിരുന്നാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിനെയും ആംഗിളിനെയും ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് വളരെ മെത്തേഡിക്കലി നമ്മൾ അറിഞ്ഞിരുന്നാൽ, ഈ ഫോർമുലകൾക്കപ്പുറം നമ്മൾ വളരെ നന്നായി ഇതിനെ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ട്രിഗണോമെട്രി എന്നുള്ള ചാപ്റ്റർ സ്റ്റേറ്റ് സിലബസിലും ഉണ്ട്, അതേപോലെ NCERT-ലും ഉണ്ട്. രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ബേസിക്കലി ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം, എങ്ങനെ ട്രീറ്റ് ചെയ്താലും നമ്മൾ ആ വിഷയത്തെ എങ്ങനെ സമീപിച്ചാലും ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എടുക്കുക. അരിത്മെറ്റിക് പ്രോഗ്രഷൻ എടുത്താൽ നിങ്ങൾക്ക് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞാൽ +1 എത്തുമ്പോഴും അവിടെ ഒരു സീക്വൻസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടാവും. അവിടെ അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് പഠിക്കും. പിന്നെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ ഒക്കെ പറഞ്ഞിട്ട് 1-2 പ്രോഗ്രഷൻസ് കൂടി നിങ്ങൾ പഠിക്കും. അവിടെ അത് തീരും. ഓക്കെ. എന്നാൽ ട്രിഗണോമെട്രി നിങ്ങൾ എടുത്താൽ, ട്രിഗണോമെട്രി നിങ്ങൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇനി 11th അല്ലെങ്കിൽ 12th പഠിക്കാൻ പോകുമ്പോൾ അവിടെ ട്രിഗണോമെട്രിയുടെ ഒരു 3-4 ചാപ്റ്റർ വരും. ഇപ്പോൾ ട്രിഗണോമെട്രി ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ വരും. അത് കഴിഞ്ഞ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി, പ്രോപ്പർട്ടീസ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഭാഗങ്ങൾ. എങ്ങനെയാണ് ചാപ്റ്റേഴ്സ് ആക്കിയതെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ പല ഭാഗങ്ങൾ, അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻസ് എന്ന് പറഞ്ഞത്, അങ്ങനെ കുറേ ഭാഗങ്ങൾ വരും. ഇതെല്ലാം പിന്നെ മറ്റ് ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനായിട്ട് ഇതിനൊക്കെ വരും. ഇപ്പോൾ കോർഡിനേറ്റ് ജോമെട്രിയിലും അതേപോലെ നിങ്ങൾ 11th 12th പഠിക്കുന്ന കാൽക്കുലസിലൊക്കെ ഈ ട്രിഗണോമെട്രി അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബേസിക്സ് നിങ്ങൾ കറക്റ്റായി പഠിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ SCERT ആണോ NCERT ആണോ, അത് നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. ടെക്സ്റ്റിലുള്ളത് തന്നെയാണ് എല്ലാം പറയാൻ പോകുന്നത്. പക്ഷേ ടെക്സ്റ്റിൽ പറയുന്ന രീതിയും ഞാൻ പറയുന്ന രീതിയും ചിലപ്പോൾ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിരിക്കും. കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഏത് ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നാലും, ഞാൻ 2 ടെക്സ്റ്റ് ബുക്കിനെ ഞാൻ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യുന്നില്ല. 2 ടെക്സ്റ്റ് ബുക്കിലുള്ള എനിക്ക് നല്ലതെന്ന് തോന്നുന്ന രീതിയാണ് ഞാൻ സ്വീകരിക്കുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് ഫുള്ള് നമ്മൾ കവർ ചെയ്യും. ഓക്കെ. അപ്പോൾ അതിലാരും ടെക്സ്റ്റ് ബുക്ക് നോക്കി വറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ബേസിക്കലി നമ്മൾ ഈ സബ്ജക്റ്റ് എത്രത്തോളം നന്നായി പഠിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഞാൻ ട്രിഗണോമെട്രിയിലോട്ട് കടക്കുകയാണ്. എന്താണ് ഈ സൈന്, കോസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്നെല്ലാം പറയാണ്. അപ്പോൾ പേരിൽ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണെന്ത്, ട്രിഗണോമെട്രി ഡീൽസ് വിത്ത് ട്രയാങ്കിൾസ്. അല്ലേ, ട്രൈ ഉണ്ട്, ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ് ഉണ്ട്, അതിൻ്റെ മെഷേഴ്സുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യമാണ് ട്രിഗണോമെട്രി. ഇത്ര നമുക്കറിയാം. ഇനി ഞാൻ ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇത് ഞാൻ അത്ര നല്ല വരക്കാരനൊന്നല്ല, നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായിട്ടുണ്ടാവും. ഇത് കുത്തബ് മിനാറാണ് എന്ന് സങ്കല്പിക്കുക. ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി വെക്കാം, സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ. കുത്തബ് മിനാർ. നിങ്ങൾ ഡൽഹിയിൽ പോയി കുത്തബ് മിനാർ കാണാൻ, ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞ് കുത്തബ് മിനാർ കാണാൻ പോയതാണ്. നിങ്ങളിങ്ങനെ പോയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ. ഇവിടെ നിന്നുകൊണ്ട് കുത്തബ് മിനാറിൻ്റെ നിങ്ങൾ കുത്തബ് മിനാറിനെ അങ്ങനെ നോക്കുകയാണ്, മേലോട്ട് ഇങ്ങനെ നോക്കുകയാണ്. കുത്തബ് മിനാറിൻ്റെ അറ്റം ഇങ്ങനെ കാണാം. ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കുത്തബ് മിനാറിൻ്റെ ഈ ഒരു ഹൈറ്റ് എത്രയാണ് എന്ന് പറയാൻ സാധിക്കുമോ? നിങ്ങളിങ്ങനെ നിന്നുകൊണ്ട് നോക്കിയിട്ട് കുത്തബ് മിനാറിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് പറയാൻ സാധിക്കുമോ? പറയാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലേശം ഒരല്പം ട്രിഗണോമെട്രി അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇതിനുത്തരം പറയാൻ സാധിക്കും. മനസ്സിലായോ? അപ്പോൾ എവിടെയാണ് ട്രിഗണോമെട്രിയുടെ അപ്ലിക്കേഷൻസ് വരുന്നത്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണിത്. ചില മെഷേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ചില ഹൈറ്റ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ട്രിഗണോമെട്രി ആവശ്യം വരും. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. മറ്റൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ
നിങ്ങളുടെ ഒരു വീടിൻ്റെ മേലെ ഇങ്ങനെ നിങ്ങൾ നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ വീടിൻ്റെ മേലെ നിൽക്കുകയാണ്. അവിടുന്ന് കുറേ ദൂരെ ഒരു 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 മരമുണ്ട്. മരമാണെന്ന് തോന്നുന്നുണ്ടോ അറിയില്ല, മരമുണ്ട്. നിങ്ങളിത് ആ മരത്തിലോട്ട് ഇത് അങ്ങനെ നോക്കുകയാണ്. നിങ്ങളാ വീടിൽ നിന്ന് നോക്കിയിട്ട് ഈ മരത്തിൻ്റെ ഈ ഒരു ഹൈറ്റ് എത്രയാണെന്ന് പറയാൻ സാധിക്കുമോ? അത് പറയാൻ സാധിക്കണമെങ്കിൽ കുറച്ച് ട്രിഗണോമെട്രി പഠിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മളെ ദൂരെയുള്ള പ്ലാനറ്റ്സിലോട്ട് അല്ലെങ്കിൽ സ്റ്റാർസിലോട്ടുള്ള ദൂരമൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, മൂണിലോട്ടുള്ള ദൂരം അല്ലെങ്കിൽ ഇന്ന സ്റ്റാറിലോട്ടുള്ള ദൂരം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ജോമെട്രി ട്രിഗണോമെട്രി ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് ഈ പാഠം പഠിച്ചു കഴിഞ്ഞ് കുറച്ച് വേണമെങ്കിൽ അടുത്തൊരു ക്ലാസ്സിൽ ഞാൻ ചെറിയൊരു ലോജിക്കൽ എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം. ആദ്യം ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഭാഗം നമ്മൾ കവർ ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് ചുറ്റുള്ള മെഷേഴ്സൊക്കെ അല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ മാഴ്സ് ഇത്ര ദൂരത്തിലാണ് അല്ലെങ്കിൽ മൂൺ ഇത്ര ദൂരത്തിലാണ് നമുക്ക് മനസ്സിലാവുന്നത്? നമ്മൾ മൂണിൽ ഇങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മെഷർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു മീറ്റർ സ്കെയിൽ വെച്ച് നമുക്ക് അളക്കാൻ പറ്റുമോ? കുത്തുബ് മിനാറിൻ്റെ ഹൈറ്റ് മീറ്റർ സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിന് ചില ടെക്നിക്സ്, ചില ആംഗിൾസും ചില സൈഡ്സും ഒക്കെ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചില ടെക്നിക്സ് ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയും. അപ്പോൾ അതാണ് നമ്മൾ ട്രിഗണോമെട്രിയിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ ഇതാണ് ട്രിഗണോമെട്രിയുടെ ഒരു അത്യാവശ്യമായിട്ട് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു പർപ്പസ് വേണം പഠിക്കുന്നതിന്. ട്രിഗണോമെട്രി പഠിക്കുന്നതിന് പർപ്പസ് വേണം. പ്രധാനപ്പെട്ട പർപ്പസ് ഇതാണ്. നമ്മുടെ പല ദൂരങ്ങളും പല ഹൈറ്റുകളൊക്കെ അളക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പർപ്പസ്. അതല്ലാത്ത വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് വഴിയേ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ എന്താണ് ട്രിഗണോമെട്രി അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, കൺസിഡർ ദർ ഇസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? എന്താണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ? പറയൂ. മലയാളത്തിൽ ഞാനിതിനെ മട്ടത്രികോണം എന്ന് വിളിക്കും. അല്ലെങ്കിൽ മലയാളം മീഡിയം ഉണ്ടെങ്കിൽ കേട്ടോ, മട്ടത്രികോണം. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം എന്ന് പറയുന്നത്? ഈ ട്രയാങ്കിൾ എടുത്താൽ ഇതിൻ്റെ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണല്ലോ. ഈ 90 ഡിഗ്രിയുള്ള ആംഗിളിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം ട്രയാങ്കിൾസിനെയാണ് നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ടത്രികോണം എന്ന് നമ്മൾ പറയുന്നത്. ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തിയെന്നുള്ളൂ. ഈ ഒരു കണക്കുകളൊക്കെ നമുക്ക് ബേസിക്കലി അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ട്രയാങ്കിളിന് എത്ര സൈഡ്സാണ് ഉള്ളത്? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, ഞാൻ ജസ്റ്റ് ഓർമ്മപ്പെടുത്തുക. എത്ര സൈഡ്സാണ് ഉള്ളത് ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലേ? നിങ്ങളെ കളിയാക്കുന്ന പോലെ തോന്നും. 3 സൈഡ്സാണ് ഉള്ളത്. ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടിയാൽ എത്ര ഡിഗ്രി ആണുള്ളത്? ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ് ടോട്ടൽ കിട്ടുക? യെസ്, 180 ഡിഗ്രി കിട്ടുക. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സാണ് ഉള്ളത്. അപ്പോൾ 3 ആംഗിൾസ് ഉണ്ട്. ഞാൻ ഈ ട്രയാങ്കിളിനെ ട്രയാങ്കിൾ ABC എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ 3 ആംഗിളുകൾ, ആ ആംഗിളുകളെ ഞാൻ ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C എന്ന് വിളിച്ചു. ഓക്കെ, എന്താണ് ആംഗിൾ എ? ആംഗിൾ എനെ വേണമെങ്കിൽ എനിക്ക് ആംഗിൾ CAB എന്നോ, ആംഗിൾ BA ആംഗിൾ CBA എന്നോ, ആംഗിൾ CA ആംഗിൾ BCA എന്നൊക്കെ എഴുതാം. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഞാൻ നടുവിൽ ലെറ്റർ മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ അതിനെ ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C എന്ന് വിളിച്ചു. ഓക്കെ, ഇതിൽ നമുക്കറിയാം ആംഗിൾ B ഈക്വൽ ടു 90 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ കുറിച്ച് നമുക്ക് അറിയുന്നത്. ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അനുപാതം അല്ലേ? ഒന്ന് ഒരു x/y ആണ്, അല്ലെങ്കിൽ x/y, x/y എന്നുള്ളതിനാണ് നമ്മൾ റേഷ്യോ എന്ന് പറയുക. ട്രിഗണോമെട്രിക് റേഷ്യോസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് വേണ്ടത് ആദ്യം ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും അവിടെ ഒരു അതിൻ്റെ ആംഗിൾസും അറിഞ്ഞാൽ നമുക്ക് ട്രിഗണോമെട്രിക് റേഷ്യോസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിവിടെ ആംഗിൾ A എടുക്കാം. ഓക്കെ, തൽക്കാലം ഇത് ഞാൻ മായ്ക്കുകയാണ്. ആംഗിൾ A ആണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, ആംഗിൾ എയെ സംബന്ധിച്ചിടത്തോളം ആംഗിൾ എയുടെ നേരെ ഓപ്പോസിറ്റാണ് BC എന്നുള്ള സൈഡുള്ളത്. ശരിയല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചാൽ ഈ പാഠത്തിൻ്റെ പകുതി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ആംഗിൾ എയുടെ നേരെ ഓപ്പോസിറ്റാണ് BC എന്നുള്ള സൈഡുള്ളത് ആണല്ലോ. ഇതിനെ ഞാൻ
ഓപ്പോസിറ്റ് സൈഡ് എന്ന് വിളിച്ചു. ഓപ്പോസിറ്റ് സൈഡ് ശരിയാണല്ലോ. ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡാണ് ബി സി എന്നുള്ളത്. ആംഗിൾ എയുടെ എ ബി എന്നുള്ള സൈഡ്, ആംഗിൾ എയുടെ ഭാഗമായിട്ട് അതിൻ്റെ സൈഡിൽ വരുന്നതാണ് എ ബി എന്നുള്ള സൈഡ്, ശരിയല്ലേ? ബി സി എന്നുള്ളത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നു, എ ബി എന്നുള്ളത് ഇതിൻ്റെ സൈഡിൽ വരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിച്ചു. അഡ്ജസൻറ്റ് സൈഡിലുള്ളത്, അടുത്തുള്ളത് എന്നുള്ള അർത്ഥത്തിൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് വിളിച്ചു. ഇനി ബാക്കി ഒരു സൈഡ് കൂടിയുള്ളത് അല്ലേ? ഏതാണ് ആ സൈഡ്? എ സി. ഓക്കെ, എ സി എന്നുള്ള സൈഡിനെ ഞാൻ വിളിക്കുന്നത്, നമ്മളെല്ലാവരും കുറേ കാലമായി വിളിച്ചു പോരുന്നത് എന്ത് പേരിലാണ്? എ സി എന്നുള്ള സൈഡിനെ റൈറ്റ് ആംഗിളിൽ ട്രയാംഗിളിൽ എന്ത് പേരിലാണ് നിങ്ങൾ വിളിക്കുന്നത്? പറഞ്ഞോളൂ, എന്ത് പേരിലാണ് വിളിക്കുന്നത്? വളരെ പ്രശസ്തമായ തിയറം ഉണ്ട് അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിച്ചു അല്ലേ? ഹൈപ്പോട്ടന്യൂസ് എന്നാണ് നമ്മൾ വിളിക്കാറ്. അപ്പോൾ ആംഗിൾ എയെ സംബന്ധിച്ചിടത്തോളം ബി സി എന്നുള്ളത് ഓപ്പോസിറ്റ് സൈഡും എ ബി എന്നുള്ളത് അഡ്ജസൻറ്റ് സൈഡും എ സി എന്നുള്ളത് ഹൈപ്പോട്ടന്യൂസുമാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഇവിടെ നോട്ട് ചെയ്യാം. ആംഗിൾ എ ഓപ്പോസിറ്റ് സൈഡ് എന്നുള്ളത് ബി സി ആണ്, അഡ്ജസൻറ്റ് സൈഡ് എന്നുള്ളത് എ സി ആണ്, സോറി എ ബി ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത് എ സി ആണ്. ഇനി ഞാൻ ആംഗിൾ സി എടുക്കാം. ആംഗിൾ സിയെ സംബന്ധിച്ചിടത്തോളം ഇനി എല്ലാവരും പറയണേ, ആംഗിൾ സിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. ആംഗിൾ സി എന്നുള്ളത്, ആംഗിൾ സിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഇത് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ്. ആംഗിൾ സിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? പെട്ടെന്ന് പറയൂ. യെസ്, ഓപ്പോസിറ്റ് സൈഡ് എ ബി ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? അഡ്ജസൻറ്റ് സൈഡ് ബി സി ആണ് അല്ലേ? ഹൈപ്പോട്ടന്യൂസോ? ഹൈപ്പോട്ടന്യൂസ് മാറുമോ? ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ചിടത്തോളം ഹൈപ്പോട്ടന്യൂസ് എപ്പോഴും ഏത് തന്നെയാണ്? അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് അത് എ സി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ എന്താ? ഓരോ ആംഗിൾ എടുക്കും. പിന്നെ ആംഗിൾ ബീനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല, കാരണം അത് 90 ഡിഗ്രിയാണ് നമുക്ക് അറിയാം. എയും സി ആണ് നമുക്ക് അല്ലാത്ത ആംഗിൾസ് ഉള്ളത്. അപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ചിലപ്പോൾ എയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് ബി സി എന്നുള്ളത് സിയെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റൻ്റ് ആണ്. എയെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റൻ്റ് എ ബി എന്നുള്ളത് സിയെ സംബന്ധിച്ചിടത്തോളം ഓപ്പോസിറ്റ് സൈഡാണ്. ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത് രണ്ടിലും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമുക്ക് മനസ്സിലായാൽ ഞാൻ ഇതിൻ്റെ അടുത്തൊരു ഘട്ടത്തിലോട്ട് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഡിഫൈൻ ചെയ്യുന്നിടത്തോട്ട് പോവാം. ഇത് ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ ആണല്ലോ അല്ലേ? നമ്മൾ നേരത്തെ വരച്ച ട്രയാങ്കിൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വരക്കാം. എ ബി സി അല്ലേ? അങ്ങനെയാണെങ്കിൽ ട്രിഗണോമെട്രിക് റേഷ്യോസ് എത്ര എണ്ണം ഉള്ളതെന്ന് അറിയോ? ട്രിഗണോമെട്രിക് റേഷ്യോസ് 6 എണ്ണം ഉള്ളത്. 6 റേഷ്യോസ് ട്രിഗണോമെട്രിയിലുണ്ട്. ഓക്കെ, 6 റേഷ്യോസ് ഉണ്ട്. ആ 6 റേഷ്യോസിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഇപ്രകാരമാണ്. സൈൻ ഓഫ് എ, ആംഗിൾ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഓഫ് എ ബൈ hypotenuse of the triangle, which in this case equal to BC by AC. Cosine of A equal to, പേരൊന്നും കേട്ട് പേടിക്കണ്ട, അതൊക്കെ നമുക്ക് ശീലമാവും. Cosine of A equal to adjacent side by hypotenuse of A, which is equal to AB by AC. Tangent of angle A equal to opposite side by adjacent side of angle A, which is equal to BC by AB. 3 റേഷ്യോസ് ആയി. ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, വറി ചെയ്യേണ്ട. Cosecant of A equal to 1 by sine of A. Secant of A equal to 1 by cosine of A. Cotangent of A equal to 1 by
ടാൻജൻറ്റ് ഓഫ് എ. വളരെ സിമ്പിളാണ്. ട്രിഗണോമെട്രിക് റേഷ്യോസ് 6 എണ്ണമാണ്. ഒരു ആംഗിളിന് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ ആംഗിൾ എയുടെ സൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത് എയുടെ ഓപ്പോസിറ്റ് ബൈ എയുടെ ആ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. ഈ റേഷ്യോയെയാണ് സൈൻ ഓഫ് ആൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മളൊന്ന് ചെറുതാക്കി പെട്ടെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സൈൻ എ എന്ന് വിളിക്കും. കൊസൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. എയുടെ അഡ്ജസൻറ്റ് സൈഡ് അഥവാ എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. അതിനെ നമ്മൾ, അതായത് എ ബി ബൈ എ സി, ഇതിനെ നമ്മൾ ചുരുക്കിയിട്ട് നമ്മൾ കൊസൈൻ ഓഫ് എ എന്ന് പറയുന്നതിന് പകരം കോസ് എ എന്ന് വിളിക്കും. ഓക്കെ. ടാൻജൻറ്റ് ഓഫ് എ ട്രയാങ്കിൾ, ടാൻജൻറ്റ് ഓഫ് എൻ ആംഗിൾ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ബൈ അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ വിച്ച് ഈസ് ഈക്വൽ ടു ബി സി ബൈ എ ബി. അതിനെ നമ്മൾ സിമ്പിളായിട്ട് ടാൻജൻറ്റ് ഓഫ് എ എന്നൊക്കെ പറയുന്നതിന് പകരം ടാൻ എ എന്ന് വിളിക്കും. ഓക്കെ. ഇനി കൊസീക്കൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഒന്നുമില്ല, 1 സൈൻ എ. അതായത് സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെങ്കിൽ കൊസീക്കൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് അല്ലേ. അതിൻ്റെ നേരെ ഇൻവേഴ്സ് 1 അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ. ഇതിനെ നമ്മൾ കൊസീക്ക് ഓഫ് എ എന്ന് വിളിക്കും. ഇനി സീക്കൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 1 കൊസൈൻ, അതായത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ഇതിനെ നമ്മൾ സീക്ക് എ എന്ന് വിളിക്കും. കോ ടാൻജൻറ്റ് ഓഫ് എ എന്ന് പറയുന്നത് 1 ടാൻജൻറ്റ് ഓഫ് എ, 1 ടാൻ എ. അതായത് ടാൻ എ എന്തായിരുന്നു? ടാൻ എ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ കോ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ടാൻ എ, അതായത് അഡ്ജസൻറ്റ് ബൈ ഓപ്പോസിറ്റ്, അതായത് അതിനെ നമ്മൾ കോട്ട് എ എന്ന് വിളിക്കും. ഓക്കെ. ഇതാണ് 6 ട്രിഗണോമെട്രിക് റേഷ്യോസ്: സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഓക്കെ. അല്ലെങ്കിൽ സൈൻ, കൊസൈൻ, ടാൻജൻറ്റ്, കൊസീക്കൻറ്റ്, സീക്കൻറ്റ്, കോടാൻജൻറ്റ്. ഓക്കെ. ഇതിനെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇത് ഓരോ ആംഗിളിലും മാറും. ഓക്കെ. ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ നമ്മളെടുത്ത ഇതേ ട്രയാങ്കിളിൽ ഇത് എ, ബി, സി അല്ലേ. ഞാൻ കാണാൻ പോകുന്നത് സൈൻ എക്ക് പകരം സൈൻ സി ആണ് കാണാൻ പോകുന്നത് എന്ന് വിചാരിക്കാം. സൈൻ സി ആണ് കാണാൻ പോകുന്നത് വിചാരിക്കാം. സൈൻ സി എന്ന് വെച്ചാൽ എന്താണ്? സൈൻ സി എന്ന് വെച്ചാൽ എന്താ? സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. ശരിയാണല്ലോ. നേരത്തെ നമ്മൾ സൈൻ എ എന്താ എഴുതിയത്? എയുടെ ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ എ സി ആയിരുന്നു. അത് സൈൻ സി ആയപ്പോൾ എ ബി ബൈ എ സി ആയി. കോസ് സി ഈക്വൽ ടു സിയുടെ അഡ്ജസൻറ്റ് സൈഡ്. സിയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഇത്, ഈ ലെങ്ത് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അതായത് ഈക്വൽ ടു ബി സി ബൈ എ സി. ടാൻ സി എന്ന് പറയുന്നത് സിയുടെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്, അതായത് എ ബി ബൈ ബി സി. ഇതാണ് ടാൻ സി. ഓക്കെ. ഇനി നിങ്ങൾ എന്താ സൈൻ സി ബൈ കോസ് സി എന്താന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കൂ. സൈൻ സി ബൈ കോസ് സി എന്താന്ന് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. സൈൻ സി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ബൈ എ സി. കോസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, ബി സി ബൈ എ സി അല്ലേ. ഇവിടെ നമുക്ക് എ സി രണ്ടിലും ഡിനോമിനേറ്ററിൽ കോമൺ ആയി വരുമ്പോൾ എ സി നമുക്ക് കട്ട് ചെയ്തൂടെ. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമുക്ക് സൈൻ സി ബൈ കോസ് സി ഈക്വൽ ടു എ ബി ബൈ ബി സി എന്ന് വെച്ചാൽ എന്താ? ഇത് തന്നെയല്ലേ അത്. അതായത് എന്താണ്? ടാൻ സി. അതായത് ടാൻ ഓഫ് എൻ ആംഗിൾ, ടാൻ എയോ സിയോ, ടാൻ എ ഈക്വൽ ടു അല്ലെങ്കിൽ ടാൻ സി ഈക്വൽ ടു സൈൻ എ ബൈ കോസ് എ, അല്ലെങ്കിൽ ടാൻ സി ഈക്വൽ ടു സൈൻ സി ബൈ കോസ് സി.
ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് മനസ്സിലായില്ലേ. സൈനും കോസും ഡിഫൈൻ ചെയ്തു. ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ്. കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ. സീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ്. കോട്ട് എന്ന് പറഞ്ഞാൽ 1 ബൈ ടാൻ അല്ലെങ്കിൽ കോസ് ബൈ സൈൻ അല്ലേ. ടാൻ സൈൻ ബൈ കോസ് ആണെങ്കിൽ കോട്ട് കോസ് ബൈ സൈൻ. ഓക്കെ, ഇങ്ങനെ ഇപ്പം നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കുറേ ഇതിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിൽ നമ്മളിതൊന്ന് നിർത്തി ഇങ്ങനെ ഒന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് കറക്റ്റായി മനസ്സിലാവും. ലെക്ചർ തീർന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഭാഗം എന്താണ് സൈന്, കോസ്, ടാന്, കോട്ട് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ച് നോക്കുക, നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്ന് പറയുക. എന്തൊക്കെയാ? സൈൻ, കൊസൈൻ, ടാൻജൻറ്റ്. ബാക്കിയുള്ള മൂന്നെണ്ണം നമുക്ക് വിടാം, അത് നമ്മൾ വളരെ ഇതുമായി ഡിപ്പെൻഡ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ പ്രൈമറിലി ഉപയോഗിക്കുന്ന 3 ട്രിഗണോമെട്രിക് റേഷ്യോസ് എന്തൊക്കെയാണ്? സൈനും കോസും ടാനുമാണ്. ഓക്കെ, അതായത് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താ നമുക്ക് കിട്ടിയത് ഈ ഒരു ആംഗിൾ. ഈ ആംഗിളും ഈ സൈഡ്സും തമ്മിൽ എന്തുണ്ട്? എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് അല്ലേ. ട്രയാങ്കിളിൻ്റെ ആംഗിളും സൈഡ്സും തമ്മിൽ എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളാണ് നമ്മൾ സൈനും കോസും ടാനൊക്കെ ആയിട്ട് എഴുതുന്നത്. ചില ആളുകൾക്ക് ഇപ്പോൾ സംശയം ഉണ്ടാവാം, ഈ സൈൻ എ എന്ന് പറയുമ്പോൾ ഒരു സൈൻ ഇൻറ്റു എ എന്നാണ് അതിനർത്ഥം. അല്ല. നിങ്ങളതിനെ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ അടുത്ത് ഒരു മെഷീനുണ്ട്, എന്തെങ്കിലും ഒരു മെഷീനുണ്ട്. ആ മെഷീനിന് നിങ്ങൾ എ എന്നുള്ള ആംഗിൾ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും? ഒരു റേഷ്യോ ഔട്ട്പുട്ടായി കിട്ടും. അതാണ് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഈ മെഷീനെ വിളിക്കുന്ന പേരാണ് സൈൻ അല്ലേ. അല്ലെങ്കിൽ മറ്റൊരു മെഷീനുണ്ട്, ആ മെഷീനിലോട്ട് ആംഗിൾ കൊടുക്കുമ്പോൾ അവിടെ ആ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ള റേഷ്യോ ഔട്ട്പുട്ടായി കിട്ടും. ഈ മെഷീൻ്റെ പേരാണ് സൈൻ എന്ന് പറയുന്നത്. ഹയർ ക്ലാസ്സസിൽ ഇതിനെ ഒരു ഫംഗ്ഷൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നു പറഞ്ഞു. അപ്പോൾ സൈൻ എന്നുള്ളതൊരു മെഷീനാണ്. സൈൻ എന്നുള്ള മെഷീനിലോട്ട് എ എന്നുള്ളൊരു ഇൻപുട്ട് ആംഗിൾ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന ഒരു റേഷ്യോ കിട്ടുന്നു. ഇങ്ങനെയാണ് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ, അല്ലാതെ സൈൻ എന്ന് പറഞ്ഞാൽ എന്തൊരു സംഖ്യ, അതിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനല്ല നമ്മൾ സൈൻ എന്ന് പറയുന്നത്. ഇത്തരം അൺക്ലാരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ ക്ലിയർ ചെയ്ത് പോകണം. ഇന്ന് ക്ലാസ്സിന് ശേഷം എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും പെട്ടെന്ന് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ സൈൻ, കോസ്, ടാൻ എന്നൊക്കെ വിളിക്കുന്നത്. ഈ റേഷ്യോസിനെയാണ്. ഈ റേഷ്യോസ് ഒക്കെ ഒരു ഇതെന്താണ്? ഈ സൈൻ, കോസ്, ടാൻ എന്നുള്ളത് ഓരോ മെഷീൻസ് ആണ്. അതിലോട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുമ്പോൾ തിരിച്ചെന്ത് കിട്ടും? ആംഗിൾ ഇൻപുട്ടായി കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കുറേ റേഷ്യോസ് കിട്ടും. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ്, കുറച്ച് പ്രോബ്ലംസ് ഞാൻ നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന് ക്ലിയർ ആവും. ഇപ്പോൾ ഒരു റേഷ്യോ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അതായത് ഇതിലിപ്പോൾ നിങ്ങൾക്കറിയാം, ഫോർ എക്സാമ്പിൾ ടാൻ എ ഈക്വൽ ടു 1 ആണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് സൈൻ എ എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും, കോസ് എ എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും, സീക്ക് എ എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും, കോട്ട് എ എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും, കൊസീക്ക് എ എത്രയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ഒറ്റ റേഷ്യോ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ടാൻ എ 1 ആണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ഇതൊക്കെ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഗിവൺ ടാൻ എ ഈക്വൽ ടു 4/3 ഫൈൻഡ് അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ്. ടാൻ എ ഈക്വൽ ടു 4/3 ആണെങ്കിൽ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ ടാൻ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ സൈനും കോസും കൊസീക്കും സീക്കും കോട്ടും ഒക്കെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരക്കാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ വരച്ചു. ഇതിലൊരു ആംഗിൾ എടുക്കാം, എ ബി സി. ടാൻ എ ഈക്വൽ ടു 4/3 ആണ് അല്ലേ. ടാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒരു ആംഗിളിൻ്റെ ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു 4/3 ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? എയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലേ, ബി സി. എയുടെ അഡ്ജസൻറ്റ് സൈഡ് എ ബി. അതായത് ബി സി ബൈ എ ബി ഈക്വൽ ടു ഈ റേഷ്യോ 4/3 ആണ്. ഇത്രയും മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ബി സിയെ വെറുതെ 4K എന്നെടുത്തു, എ ബിയെ ഞാൻ 3K എന്നെടുത്തു. വേർ K ഈസ് സം നമ്പർ. ഓക്കെ, ബി സി എന്നുള്ള സൈഡിൻ്റെ ലെങ്ത് എന്താണ്? 4K ആണ്. എ ബി എന്നുള്ള സൈഡിൻ്റെ ലെങ്ത് എന്താണ്? 3K ആണ്. വേർ K ഈസ് സം നമ്പർ. ഇത് ശരിയാണ്. കാരണം എന്താ? കാരണം ബി സി ബൈ എ ബി നിങ്ങളിവിടെ എടുത്ത് നോക്കൂ. ബി സി ബൈ എ ബി എന്താ കിട്ടുക?
4/3 കിട്ടും അല്ലേ? ശരിയല്ലേ? അപ്പോൾ റേഷ്യോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒരു കോമൺ നമ്പറിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ റേഷ്യോയെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ആ ട്രയാങ്കിളുടെ ലെങ്ത് കിട്ടുക. അതാണല്ലോ റേഷ്യോ കൊണ്ടുള്ള ഉപകാരം. അപ്പോൾ ഞാൻ എന്തെടുത്തു? ഞാൻ BC എന്നുള്ളതിനെ 4K എന്നും AB എന്നതിനെ 3K എന്നും എടുത്തു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, വാട്ട് ഈസ് AC? AC എത്രയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത്. മുൻപത്തെ ക്ലാസ്സുകളിൽ, അതായത് ഈ ക്ലാസ്സിലല്ല, മുമ്പ് പല 9ലും 8ലും പഠിച്ചിട്ടുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറം അല്ലേ? മാത്തമാറ്റിക്സിൻ്റെ തന്നെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു തിയറം. ഏതാണ് ആ തിയറം? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ബേസും ഹൈറ്റും നമുക്കറിയാമെങ്കിൽ ഹൈപ്പോടെന്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഹൈപ്പോടെന്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് അല്ലേ? അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോടെന്യൂസ് സ്ക്വയർ. ഒരു ട്രയാങ്കിളുടെ ABC എന്നുള്ള സൈഡ്സ് ആണുള്ളതെങ്കിൽ C ആണ് അതിൻ്റെ ഹൈപ്പോടെന്യൂസ് എങ്കിൽ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ A സ്ക്വയർ പ്ലസ് B സ്ക്വയർ ഈക്വൽ ടു C സ്ക്വയർ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ. ഓക്കെ, AB എന്നുള്ളത് നമുക്കറിയാം 3K ആണ്, 3K സ്ക്വയർ പ്ലസ് BC എന്നുള്ളത് നമുക്കറിയാം 4K ആണ്, 4K സ്ക്വയർ ഈക്വൽ ടു 3K ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ ഇൻറ്റു K സ്ക്വയർ, അതായത് 9K സ്ക്വയർ. 4K ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ഇൻറ്റു K സ്ക്വയർ, 16K സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 16 25K സ്ക്വയർ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് AC സ്ക്വയർ ഈക്വൽ ടു 25K സ്ക്വയർ അല്ലേ? ട്രയാങ്കിളിൻ്റെ ABC ആണെങ്കിൽ ഇത് 4K, ഇത് 3K നമുക്ക് കിട്ടി. AC സ്ക്വയർ 25K സ്ക്വയർ ആണെങ്കിൽ AC എന്താണ്? റൂട്ട് ഓഫ് 25K സ്ക്വയർ എത്രയാണ്? 5K അല്ലേ? അപ്പോൾ ഈ ആംഗിൾസ് ഒക്കെ ഞാൻ വേറൊരു കളറിൽ എഴുതാം. ഈ ആംഗിൾസ് എത്രയാണ്? ഇത് 4K ആണ്, ഇത് 3K ആണ്, ഇത് എത്രയാണ്? 5K ആണ് അല്ലേ? 3K ഹോൾ സ്ക്വയർ പ്ലസ് 4K ഹോൾ സ്ക്വയർ ഈക്വൽ ടു 5K ഹോൾ സ്ക്വയർ, 16K സ്ക്വയർ പ്ലസ് 9K സ്ക്വയർ ഈക്വൽ ടു 25K സ്ക്വയർ അല്ലേ? കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും സൈൻ A എന്താന്ന് പറയും? അതാണ് ചോദ്യം. ടാന് അറിയാം, അങ്ങനെയാണെങ്കിൽ ബാക്കി റേഷ്യോസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ്. സൈൻ A എന്താണെന്ന് പറയും? സൈൻ A ഈക്വൽ ടു BC ബൈ ഓപ്പോസിറ്റ് ബൈ hypotenuse AC equal to 4K by 5K equal to 4/5. cos A equal to എത്രയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം. adjacent by hypotenuse AB by AC equal to 3/5 അല്ലേ? 3K by 5K, കെയും കെയും ക്യാൻസൽ ചെയ്യുക, 3/5. ഇനി CK അല്ലെ സോറി cosec എന്താണ്? cosec equal to 1/sin A 5/4. CK equal to 1/cos A 5/3. cot A equal to 1/tan A. tan A 4/3 ആണെന്ന് അറിയാം, അപ്പോൾ 3/4. ഒറ്റൊരു ടാൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേഷ്യോ അറിയാമെങ്കിൽ നമുക്ക് ട്രയാങ്കിളിനെ മുഴുവൻ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇനിയിപ്പോൾ എൻ്റെ അല്ല സിയുടെ നമുക്ക് പറഞ്ഞൂടെ? ഇപ്പോൾ ആംഗിൾ സിയുടെ സൈൻ C എന്താണ് വരിക? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 3/5. കോസ് C എന്താണ് വരിക? സോറി, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 3/5. കോസ് C എന്താണ് വരിക? അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4/5. ഇങ്ങനെ നമുക്ക് ഏത് ആംഗിളും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒറ്റ റേഷ്യോ പറഞ്ഞാൽ മതി. ഇതാണ് ഒന്നാമത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്തു പോകണം. ഞാൻ ചില സാമ്പിൾസ് ആണ് ഇവിടെ ചെയ്യുന്നത്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്കിത് നോക്കാം. ഇൻ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC, ഇഫ് ടാൻ A ഈക്വൽ ടു 1, ദെൻ പ്രൂവ് ദാറ്റ് 2 sin A cos A ഈക്വൽ ടു 1. ഇപ്പോൾ തന്നെ നമ്മൾ പ്രൂഫൊക്കെ ചെയ്യാനായോ? നോക്കാം അല്ലേ? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ABC തന്നിട്ടുണ്ട്. ആ ട്രയാങ്കിളിൽ ABC ടാൻ A ഈക്വൽ ടു 1 ആണ്. ടാൻ A എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് BC ബൈ AB. ഇത് ഈക്വൽ ടു 1 ആണ്. ഇതിനർത്ഥം എന്താ? BC ബൈ AB ഈക്വൽ ടു 1 ആണ്. ഇംപ്ലൈസ് ദാറ്റ് BC ഈക്വൽ ടു AB. ഈ ട്രയാങ്കിളിൻ്റെ ഈ രണ്ട് സൈഡും BC എന്നുള്ള സൈഡും
എ ബി എന്നുള്ള സൈഡും എന്താണ് ഈക്വൽ ആണ്. ഞാൻ ഇതിനെ എ എന്ന് വിളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ കെ നേരത്തെ പോലെ കെ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതും എന്താണ് കെ ആണ് അല്ലെ. രണ്ടും ഒരേ സൈഡാണ്, ഒരേ സൈസാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിലുള്ളൊരു ബന്ധം എന്തായിരിക്കും? വെറുതെ രണ്ട് ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ അതൊക്കെ ഇതിൻ്റെ കൂടെ ഇനി മാത്തമാറ്റിക്സിൽ ഒരുപാട് കൺസെപ്റ്റ്സ്, ജോമെട്രിയും ട്രിഗണോമെട്രി പറയുമ്പോൾ ഇതിൽ കുറേ സർക്കിൾസും ഒക്കെ ഇതിൽ വരും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റീകണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഒരുപാട് കൺസെപ്റ്റ്സ് വരും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിൽ ഇത് രണ്ടും കെ ആണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആയിരിക്കും അല്ലേ. രണ്ട് സൈഡും ഈക്വൽ ആണ്. ഇത് 90 ഡിഗ്രി ആണ്. ഇത് രണ്ടും എന്താണ്? ഇതിന് നമ്മൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയിരിക്കുമ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആ ആംഗിൾ എത്രയായിരിക്കും? ഇത് 90 ആണെങ്കിൽ ബാക്കി എത്ര വരും? രണ്ട് ആംഗിളും 45 ഡിഗ്രി വീതമായിരിക്കും അല്ലേ. 90 + 45 + 45 എത്ര? 180 ഡിഗ്രി. ഓക്കെ, പഴയ ആ ഒരു ട്രയാങ്കിളിൻ്റെ കണക്കുകളൊക്കെ ബ്രഷപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ബി സി ഈക്വൽ ടു എ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ബി സി ഈക്വൽ ടു എ ബി ഈക്വൽ ടു കെ എന്ന് നമ്മൾ വിളിക്കുകയാണെങ്കിൽ എ സി ഈക്വൽ ടു എന്താണ്? അപ്പോഴാണ് നമുക്ക് സൈനും കോസും കാണാൻ പറ്റുക. അപ്പോൾ ചോദ്യം എന്താ? നമുക്ക് ടാൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 sin A cos A ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന് ആദ്യം സൈനയും കോസയും കാണണമെങ്കിൽ ഈ ഹൈപ്പോട്ടന്യൂസും കൂടി കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ആ റേഷ്യോസ്, സൈനും കോസ് റേഷ്യോസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏത് തിയർ അപ്ലൈ ചെയ്യാം? പൈതഗോറസ് തിയർ അപ്ലൈ ചെയ്യാം. എ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സിയെ നമ്മൾ നേരത്തെ പോലെ ഇത് കെയും ഇത് കെ എന്നാണ് വിളിച്ചത്. എ ബി സി എ ബി സി ഇത് കെയും കെയും ആണെങ്കിൽ എ സി എന്താണ്? കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ. എ സി സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ 2k സ്ക്വയർ. അപ്പോൾ എ സി എന്താണ്? റൂട്ട് ഓഫ് 2k സ്ക്വയർ. കെ സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്? കെ. റൂട്ട് ഓഫ് 2 എന്താണ്? റൂട്ട് ഓഫ് 2 തന്നെ നമുക്കറിയില്ല അല്ലേ. എ സി ഈക്വൽ ടു നമുക്കറിയില്ല എന്നല്ല, റൂട്ട് ഓഫ് 2 അല്ലേ. റൂട്ട് ഓഫ് 2 തന്നെ. അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ എ സി ഈക്വൽ ടു റൂട്ട് 2k. അപ്പോൾ അതായത് ഈ ഒരു സൈഡ് എന്താണ്? റൂട്ട് 2k ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എ എന്താണ്? പെട്ടെന്ന് പറയും. സൈൻ എ ഈക്വൽ ടു എ ബി ബൈ എ സി അല്ല, സോറി, സൈൻ എ ഈക്വൽ ടു എ ബി ബൈ എ സി അല്ല, സൈൻ എ ഈക്വൽ ടു ബി സി ബൈ എ സി അല്ലേ. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? കെ ബൈ റൂട്ട് 2k ഈക്വൽ ടു 1/√2. കോസ് എ എന്താണ്? എ ബി ബൈ എ സി ഈക്വൽ ടു കെ ബൈ റൂട്ട് 2k ഈക്വൽ ടു 1/√2. അങ്ങനെയാണെങ്കിൽ 2 sin A cos A എന്താണ്? 2 sin A cos A ഈക്വൽ ടു 2 ഇൻറ്റു sin A എന്നുള്ളത് 1/√2 ഇൻറ്റു 1/√2 ഈക്വൽ ടു 1/√2 ഇൻറ്റു 1/√2 എത്ര? 1/2 അല്ലേ. √2 ഇൻറ്റു √2 2 ആണ്. ഇപ്പോൾ 2 ഇൻറ്റു 1/2 ഈക്വൽ ടു 1. പ്രൂവ് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കും. NCERT SCERT ഉണ്ട്. അതൊക്കെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം ആംഗിൾസ് എന്നുള്ളതാണ്. നമുക്ക് പഠിക്കാനുള്ളത് 45 ഡിഗ്രി, അതേപോലെ 30 ഡിഗ്രി, 60 ഡിഗ്രി, 0 ഡിഗ്രി, 90 ഡിഗ്രി, ഇവിടെയൊക്കെ ട്രിഗണോമെട്രിക് റേഷ്യോസ് സൈനും കോസും ടാനൊക്കെ എത്രയാണെന്ന് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക്സ് വളരെ കൃത്യമായി വേണ്ടവർ ഒന്നുകൂടി ലെക്ചർ റീവൈൻഡ് ചെയ്ത് കേൾക്കുക. ഈ ബേസിക്സ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഈ പാഠത്തിൽ ഏത് ക്വസ്റ്റ്യൻസും ചെയ്യാവുന്ന ഒരു മെത്തേഡ്സിലോട്ട് നമുക്ക് എത്താൻ സാധിക്കും. ആ മെത്തേഡാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി ഉത്തരം എന്നുള്ളതല്ല, ആ ഉത്തരത്തിലോട്ടുള്ള മെത്തേഡ്സാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ട്രിഗണോമെട്രിയെ കാണുക. ഓക്കെ, സോ താങ്ക്സ് ഫോർ ലിസണിങ്. ഓക്കെ, സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ട്രിഗണോമെട്രി എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് വിചാരിക്കുന്നു. സി യു, ബൈ.